ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ കഥാരൂപത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നുവെങ്കിലും ഈ കഥകളെല്ലാം ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ സമ്പന്നമാക്കാനാണ്, ശ്രേഷ്ഠമാക്കാനാണ്. നമ്മുടെ ഭാരതത്തിലെ സംസ്കാരം, ഹിന്ദു സംസ്കൃതി, അത് ശരിക്കും ഈ ലോകം മനസ്സിലാക്കാതെ പോയി. ആരും നമുക്കത് പറഞ്ഞു തന്നില്ല. കുട്ടിക്കാലത്തൊക്കെ കൃഷ്ണ കഥകളും ശിവന്റെ കഥകളും അയ്യപ്പന്റെ കഥകളൊക്കെ കേൾക്കുന്നുവെങ്കിലും ഈ കഥകളെല്ലാം ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ ശ്രേഷ്ഠമാക്കാനാണ്, പൂർണ്ണമാക്കാനാണ്, പവിത്രമാക്കാനാണെന്ന് ആരും പറഞ്ഞിരുന്നു. ഈ ഭൂമിയിലുള്ള ഒരാളുടെ ജീവിതവും സത്യത്തിൽ പാഴ് ജീവിതമല്ല. പലരുടെയും ജീവിതത്തിൽ പല വിഷമങ്ങളും, വേദനകളും, ദുഃഖങ്ങളും, പ്രയാസങ്ങളും, പരാജയങ്ങളും ഒക്കെ വരുന്നതിന് കാരണം അവര് ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ, സമഗ്രതയിൽ, കംപ്ലീറ്റ്നെസ്സിൽ കാണുന്നില്ല. നമ്മൾ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണൂ. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ ദുഃഖിക്കുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, അപ്പൊ മനസ്സിലാക്കണം നമ്മൾ കൂപമണ്ഡൂകമാണ്. കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ കിണറ്റിലിരിക്കുന്ന ഒരു തവളയുടെ ലോകമാണ്. അതിനപ്പുറത്തൊരു ലോകം നമ്മൾ കാണുന്നില്ല. ഇപ്പൊ നോക്കൂ, നമ്മളൊരു ജീവിതത്തിന്റെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ തന്നെ ഇല്ലായ്മകളിലും സന്തോഷിക്കുന്നവരുമുണ്ട്. ഉണ്ടോ? ഇപ്പൊ നമ്മൾ പറയും പണമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ഒരു പണവും ഇല്ലാതെ പരമാനന്ദത്തിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും, ഇല്ല? നിങ്ങൾ ലോകത്തിലേക്ക്, ചുറ്റുപാടിലേക്ക് നോക്കൂ. ഒന്നും വേണ്ട, അങ്ങനെ ഇരുന്ന് ആനന്ദമായിട്ടിരുന്ന് ജീവിതം ആസ്വദിക്കുന്ന അവരുണ്ട്. അങ്ങനെ പലതലത്തിലും നമുക്ക് ജീവിതത്തെ ആസ്വദിക്കുന്ന ആളുകളെ കാണാം. അതിൻ്റെയൊക്കെ കാരണം എവിടുന്നാണ്? ഇതെല്ലാം എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബോധ മനസ്സാണ്. ആ ബോധ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുന്ന ചിന്തകൾക്കനുസരിച്ചാണ് ജീവിതം. അതുകൊണ്ട് ഋഷിവര്യന്മാര് പറയും, യത് ഭാവയതി തത് ഭവതി എന്നാണ്. ആസ് യു തിങ്ക് സോ യു ബിക്കം എന്നാണ്. എപ്രകാരം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അപ്രകാരം നമ്മുടെ ജീവിതം. അപ്പൊ നമ്മൾ ഈ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നതിലല്ല രക്ഷിതാക്കളൊന്നും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ രൂപപ്പെടുത്തുന്നത് ചുറ്റുപാടിനെ നോക്കി, ചുറ്റുപാടുമായിട്ട് മത്സരിച്ച്, താരതമ്യം ചെയ്ത്, കമ്പാരിസൺ ചെയ്ത്, കോമ്പീറ്റ് ചെയ്ത് അങ്ങനെ ജീവിതം ഉണ്ടാക്കുക. അപ്പൊ നോക്കൂ, നമ്മുടെ ഒരു ധാരണ എന്താണ്? നമ്മുടെ ചുറ്റുപാട് പണം സമ്പാദിക്കണം, സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയിൽ നമ്മൾ ജീവിതം ഉണ്ടാക്കുക. ഈ ധാരണ വെച്ചുകൊണ്ടാണ് പഠിക്കുന്നതും ജോലി നേടുന്നതും സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതും, അല്ലേ? ജീവിക്കാൻ സൗകര്യങ്ങൾ ഇല്ലാത്തോണ്ടല്ല, പക്ഷെ എന്നാലും ഇതൊന്നും പോരാ, കുറച്ചധികം സൗകര്യം വേണം എന്നൊക്കെ കരുതി നമ്മൾ ധാരാളം ലോണും ഒക്കെ എടുത്ത് കണ്ടമാനം പൈസയൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കും. പിന്നെ ഇതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്ന് പിന്നെ ആത്മഹത്യയും പ്രശ്നങ്ങളും. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ആ ഒരു ചിന്തകളുടെ ലോകത്തിലാണ് അവര് ജീവിതത്തെ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷമാണോ എന്നറിയില്ല, പത്രത്തിലൊക്കെ വായിച്ചണം, ഈ ഇന്ത്യയിലെ ഒരു വലിയ സ്ഥാപനമാണ് കോഫി ഡേ എന്ന് പറഞ്ഞിട്ട്, ബാംഗ്ലൂർ ആസ്ഥാനമാണ്. ഈ കോഫി ഡേ കർണാടക ബേസ്ഡ് ആണ്. അപ്പൊ അതിന്റെ സിഇഒ സിദ്ധാർത്ഥ റായ്, എങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. അയാള് ഒരു 10,000 കോടി കടബാധ്യത വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അവസാനം 30,000 കോടിയുടെ അസറ്റുള്ള ഒരു സ്ഥാപനമാണ് ഈ കോഫി ഡേ. അപ്പൊ അയാള് പോയി ആത്മഹത്യ ചെയ്തു. നിങ്ങൾ വായിച്ചു കാണാം പത്രത്തില്. കർണാടകയില് മാംഗ്ലൂരിൽ ഒരു പുഴയിൽ പോയി ആള് മുങ്ങി മരിച്ചു. അദ്ദേഹത്തിന്റെ പത്നി അത് ഏറ്റെടുത്തു. പത്നിയാണെങ്കിൽ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ലേഡിയാണ്. അവരത് ഏറ്റെടുത്ത് ഈ കോവിഡ് കാലത്ത് തന്നെ 7,000 കടബാധ്യത, ഞാൻ അവരുടെ കഴിഞ്ഞ ഈ മാർച്ചിലെ ഇത് വായിച്ചു നോക്കിയപ്പം അവരുടെ കടബാധ്യത 7,000-ൽ നിന്നത് 3,000-ലേക്ക് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 4,000 crores അവർ കട അടച്ചു തീർത്തു ഈ കോവിഡിന്റെ ഇടയ്ക്ക്. അപ്പോ അതും
അതേ സ്ഥാപനം തന്നെയാണ്, അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ചെയ്തത്. ഇപ്പൊ ഏത് മനസ്സോട് കൂടിയിട്ടാണോ നമ്മൾ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ജീവിതം. ഒരാള് പ്രശ്നം കാണുന്നു, മറ്റൊരാള് പരിഹാരം കാണുന്നു. രണ്ടും ചിന്തകളാണ്. ഇപ്പൊ എന്ത് ചിലർക്ക് പരിഹാരം കാണാൻ പറ്റാത്തത്? അവിടെയാണ് നമ്മൾ ഈ സുഹൃതം, ഭാഗ്യം എന്നൊക്കെ പറയുന്ന ഇത്തരം ആധ്യാത്മിക സംസ്കാരത്തിന്റെ ആവശ്യം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഇത്രയും ആത്മഹത്യയൊക്കെ പെരുകുന്നതിന് കാരണം അവർക്ക് ഈ വിഷമങ്ങളെ അവർ കാണുന്നുള്ളൂ, ഇതിന്റെ പരിഹാരങ്ങളെ അവരാരും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഈ വിഷമങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് 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 അങ്ങനെ ലോകത്തെയാണ് വാർത്തെടുത്തത്. ഇതിന്റെ പരിഹാരം എന്താണെന്ന് ചിന്തിക്കാൻ നമ്മൾ ആരും പരിശീലിപ്പിക്കില്ല. നിങ്ങൾ നോക്കൂ, ഏതൊരാളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ആ പ്രശ്നം എനിക്കുന്നുണ്ട്, എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് മറ്റൊരു പ്രശ്നമുണ്ട്, അല്ലേ? ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കൂടുതൽ കാണുന്നത്, അല്ലേ? ശരിയല്ലേ? ഒന്നുകിൽ ഹെൽത്തിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രോബ്ലം, അല്ലെങ്കിൽ ചില ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ്, അതിങ്ങനെ പറയുന്ന ആളുകളെ കാണും. എന്നാൽ ഇതിന് ഇങ്ങനെയൊരു പരിഹാരമുണ്ട്, ഇങ്ങനെയൊരു പരിഹാരമുണ്ട്, ഇങ്ങനെയൊരു പരിഹാരമുണ്ട്, അത് പറയുന്നവർ കുറവാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് മുഴുവൻ പ്രശ്നക്കാരാണ്. പരിഹാരം എന്നത് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സ്പേസ് വേണം. മനസ്സിലുണ്ട് സ്പേസ്, പക്ഷെ നമ്മൾ പ്രശ്നത്തെ തന്നെ ചിന്തിച്ചാൽ അത് തന്നെ കാണുള്ളൂ. നമ്മൾ പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നുന്നു, അല്ലേ? ഒരാളെ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ വരും. ഈ ഫോബിയ എന്ന് പറയും ചില ആളുകൾക്ക്. അതായത് പേടി തന്നെ വിചാരിച്ചാൽ പേടിക്കുന്ന കാര്യം തന്നെ വരും. സത്യത്തിൽ ഈ സ്പിരിച്വാലിറ്റി, നമ്മുടെ ഭാരതത്തിന്റെ ആധ്യാത്മികത, അത് ശരിക്കും ഉൾക്കൊള്ളാതെ പോയ ഒരു സമൂഹമായി പോയത് കൊണ്ടുണ്ടായ അബദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പരീക്ഷയിലൊക്കെ തോൽക്കുന്നത്, ഇന്റർവ്യൂവിൽ തോൽക്കുന്നത്, എൻട്രൻസിൽ തോൽക്കുന്നത്. കാരണം അവർ പേടിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ പേടിച്ച് പഠിക്കുമ്പോൾ തന്നെ തോറ്റു എന്നുള്ള ഉറപ്പാണ്. പരീക്ഷ എഴുതേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ ഉറപ്പാണത്. കാരണം പേടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ വരുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ അങ്ങനെ വരുള്ളൂ. അപ്പോ ഇവിടെയാണ് ആ കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത്. അപ്പൊ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ മനസ്സ് ഒന്ന് സ്വസ്ഥമാവാൻ സാധിക്കണം. ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ നമുക്ക് ഒരു അസ്വസ്ഥതയില്ലാതെ കടന്നു പോവാൻ സാധിക്കുക. ഇവൻ നോക്കൂ, ആധ്യാത്മികത ഏത് മേഖലയിൽ ആവശ്യമാണ്. ഈവൺ ഒരു ആശുപത്രി കേസാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി, ഈ രോഗിയും രോഗിയുടെ വീട്ടുകാരൊക്കെ പാനിക്കാണ്, പ്രശ്നമാണ്, അസ്വസ്ഥരാണെങ്കിൽ ആ രോഗം കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊന്നിൽ നിന്ന് വേറൊന്നിലേക്കായി മാറും. നേരെ മറിച്ച് വളരെ കൂളായിട്ട് എടുത്തു കഴിഞ്ഞാലോ, അത് അവർ ഓപ്പറേറ്റ് ചെയ്തു കഴിയും, മിണ്ടാതിരുന്നു കഴിഞ്ഞു. ഇതിങ്ങനെ വെറുതെ അസ്വസ്ഥരാകുമ്പോൾ അത് എവിടെയെങ്കിലും ഓപ്പറേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബ്ലഡ് എവിടെയെങ്കിലും കൊണ്ട് ക്ലോട്ട് ആയിട്ടുണ്ടാവും. പിന്നെ അത് കളയാൻ വേറൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ഒന്നിന്റെ മുകളിൽ വേറൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇത് ഈ മനസ്സിന്റെ അനാവശ്യമായ ഉത്കണ്ഠകള്, അനാവശ്യമായ ടെൻഷൻ, അതുണ്ടാക്കി വയ്ക്കുന്ന കോംപ്ലിക്കേഷനാണ്. ഈ മനസ്സിന്റെ ഇത്തരത്തിലുള്ള അനാവശ്യമായ ചിന്തകളെ എങ്ങനെ നമുക്ക് ഇറക്കി വെക്കാം, അത് മനസ്സിൽ നിന്ന് എങ്ങനെ മാറ്റിവെക്കാം? അത് ഏതെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഹോസ്പിറ്റലില് ഓപ്പറേഷന് കയറുന്ന സമയത്ത് ഭർത്താവിനെ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം ആ ഭാര്യ ഡോക്ടറോട് എന്താ പറയാ, ആൾക്ക് സുഖമില്ലാത്തതാണ് കേട്ടോ, നോക്കണം കേട്ടോ എന്ന്. ആൾക്ക് തീരെ വയ്യാത്തതാണ്, നോക്കണം, എന്റെ ഭർത്താവിനെ നന്നായി നോക്കണം എന്ന്. ഈ മനുഷ്യൻ അത് കേൾക്കുമ്പോൾ തന്നെ പകുതി പോയിട്ടുണ്ടാവും, ഇല്ലേ? പകുതി അതോടുകൂടി പോയിട്ടുണ്ടാവാണ്. പിന്നെ ഈ കാരണം ഈ ഒരു വിഷമത്തോടു കൂടിയിട്ടാണ് മറ്റേ തിയേറ്ററിലേക്ക് കയറുന്നത്. അത് വെച്ചിട്ടാണ് ഇയാൾ അനസ്തീഷ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ അനസ്തീഷ കൊടുക്കുന്നതിന് മുമ്പുള്ള തോട്ട് എന്തായിരിക്കും? ഞാൻ തീരെ സുഖമില്ലാത്ത ഒരാളാണ്, എനിക്ക് ഒന്നിനും വയ്യാത്ത ഒരാളാണ്. പിന്നെ അനസ്തീഷന്ന് പുറത്തു വരുമ്പോൾ ആ ടെൻഷനോട് കൂടിയിട്ടാ വരിക. അതുകൊണ്ടാണ് പല ആൾക്കാരുണ്ടല്ലോ
പോസ്റ്റ് ഓപ്പറേഷനും അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പം BP ഷൂട്ടപ്പ് ആവും. അപ്പൊ അതൊക്കെ ചില സമയത്ത് ചിലപ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോകും. കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ വളരെ കൂളാക്കി വെക്കാൻ, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ഇതിനെ എടുക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ചോയ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ആത്മീയത. ആ ഒരു ചോയ്സ് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. കാരണം പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയത്ത്, പരീക്ഷാ ഹാളിലേക്ക് ഒരു കുട്ടി കയറുമ്പോൾ കൂടെയുള്ള കുട്ടി വരെ ഞാനൊന്നും പഠിച്ചില്ല കേട്ടോ. അപ്പൊ ഈ കുട്ടിക്ക് അപ്പോഴേ പേടി വന്നു, ഞാനും പഠിച്ചിട്ടില്ലല്ലോ. ഈ ടെൻഷനോട് കൂടി കയറി പരീക്ഷാ ഹാളിൽ പോയാൽ പിന്നെ എന്ത് എഴുതാൻ പറ്റും? ഒക്കെ അബദ്ധങ്ങൾ എഴുതി വെക്കണം. അപ്പൊ ഇതിനെ നോർമലാക്കി, ഞാൻ പറഞ്ഞത് ശരിയാണോ? നമ്മളൊരു കൂൾ മൈൻഡോടുകൂടി ഡീൽ ചെയ്യുന്നതും ടെൻഷനോട് കൂടി ഡീൽ ചെയ്യുന്നതും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പറയൂ. അപ്പം ആ ഒരു കൂൾ മൈൻഡ് എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും ഭാരതത്തിന്റെ ആത്മീയത. എങ്ങനെ ഇതിനെ കൂളായിട്ട് ഡീൽ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ഭാഗവതം 7 ദിവസം പറഞ്ഞു കൊടുത്ത് പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത്, ഈ കഥകൾ പറഞ്ഞു കൊടുക്കാനല്ല അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. 7 ദിവസം ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് 7ാമത്തെ ദിവസം പരീക്ഷത്തിനോട്, നാളെ നമ്മളെ കാണുക ഭാഗങ്ങള്, പരീക്ഷത്തിനോട് ചോദിക്കുകയാണ്, ഇപ്പോ അങ്ങയുടെ മാനസികാവസ്ഥ എന്താണ്? ഞാനിതൊക്കെ പറഞ്ഞു തന്നല്ലോ. അങ്ങയുടെ മനസ്സിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വരികള്, അത് നാളെ നമുക്ക് ഡീറ്റെയിൽ ആയി കാണാം. അഹം തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിബേമി എന്നാണ്. ഞാൻ തക്ഷകൻ കടിച്ചു മരിക്കുന്നതാണല്ലോ ശാപം. 7ാമത്തെ ദിവസം പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ച് മരിക്കും എന്നാണല്ലോ ശാപം. അപ്പൊ എനിക്കിപ്പോ തക്ഷകാദിഭ്യോ, തക്ഷകനെയോ തക്ഷകവർഗത്തെയോ മൃത്യുവിനെയോ എന്ന ബിബേമി, എനിക്ക് ഭയമില്ല എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പം തക്ഷകനെ ആയാലും മരണത്തെ ആയാലും നേരിടാൻ ഞാൻ കൂളായിട്ട് നേരിടാൻ പ്രാപ്തമായിരിക്കുന്നു. അതൊന്നും എന്നെ നെർവസ് ആക്കുന്നില്ല, അതൊന്നും എന്നെ അപ്സെറ്റ് ആക്കുന്നില്ല, അതൊന്നും എൻ്റെ മെന്റൽ അജിറ്റേഷൻ, എൻ്റെ മൈൻഡിനെ അജിറ്റേറ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ അത്ര റിലാക്സ്ഡ് ആണ്, കൂളാണ്. ഈ രീതിയിൽ ഒരു ജീവിതത്തെ കാണുന്ന ഒരാളും അല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ ജീവിതം? പറയോ? സോ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസൈഡ് ബൈ ദ ക്വാളിറ്റി ഓഫ് മൈൻഡ്, നോട്ട് ദ ക്വാളിറ്റി ഓഫ് എൻവയറമെന്റ്. ക്വാളിറ്റി ഓഫ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ലത്. നിങ്ങൾക്ക് കോടിക്കണക്കിന് അസറ്റ് ഉണ്ടാവും, പക്ഷെ മൈൻഡ് വളരെ വീക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിട്ടും, കാരണം നിങ്ങളൊരു ചായ പോലും ആസ്വദിക്കാൻ പറ്റില്ല. ഒരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ഷുഗർ കൂടോ, ബോർഡർ കടക്കുവോ, എവിടെ ചായ കുടിക്കാൻ പറ്റുന്നു? ഒരു ദോശ കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിചാരം BP കൂടോ, ഉപ്പ് കൂടിയല്ലോ. ലേശം ഉപ്പ് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കും, കുറച്ച് മധുരം നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഈ ആസ്വാദന ജീവിതം ഇല്ലാതെ മനുഷ്യൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി എന്തിനു വേണ്ടിയിട്ട്? ചത്തുപോകാൻ വേണ്ടിയിട്ടാണോ? പണ്ട് സ്വാമി വിവേകാനന്ദജി അന്ന് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ടോക്കിന് മുമ്പ് ഷിപ്പിലാ പോയിക്കൊണ്ടിരുന്നത്. അന്ന് പ്ലെയിനൊന്നും ഇല്ലാത്തൊരു കാലം, പ്ലെയിനൊന്നും അത്ര ലോങ് ആയിട്ട് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല. ഈ ഷിപ്പിൽ പോകുമ്പോൾ ഒരു കുട്ടി ആ ഷിപ്പിൽ യാത്ര ചെയ്യണം അമേരിക്കയ്ക്ക്. അപ്പൊ ഈ കുട്ടി സ്വാമിയോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കാവി കൊടുത്ത് അമേരിക്കയിൽ പോയി ഇന്ത്യയുടെ പേര് നാശാക്കരുത്. കാരണം സന്യാസിമാരെന്ന് പറഞ്ഞാൽ അതൊക്കെ ബെഗേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ പോയി പേര് ചീത്തയാക്കരുത്. അപ്പൊ ഈ വിവേകാനന്ദ സ്വാമികൾ വളരെ കൂളായിട്ട് ചോദിച്ചു, കുട്ടി എങ്ങോട്ടാ പോണത്? പറഞ്ഞു, ഞാൻ മെഡിസിൻ പഠിക്കാൻ പോവാണെന്നവിടെ. അപ്പൊ അന്ന് അവിടെ കലിക്കട്ടയിൽ നിന്ന് അച്ഛൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. ചോദിച്ചു, അതെന്താ അവിടെ പോയി പഠിക്കണം? എൻ്റെ അച്ഛനൊക്കെ ഡോക്ടറാണ്, അമ്മയും ഡോക്ടറാണ്, അപ്പൊ ഞങ്ങൾക്ക് വലിയ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അതിന് മെഡിക്കൽ സയൻസ് മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോവാണ്. വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചു, മെഡിസിൻ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്ന? അവിടെ പ്രാക്ടീസ് ചെയ്യോ അപ്പൊ തിരിച്ചു വരുമോ? ഞാൻ പറഞ്ഞു, തിരിച്ചു വരും, കാരണം ഹോസ്പിറ്റൽ റൺ ചെയ്യണം, ഞാൻ ഒറ്റ മകനേ ഉള്ളൂ. അപ്പൊ അച്ഛൻ്റെ ഹോസ്പിറ്റൽ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെന്താ ഉണ്ടാവുക? പിന്നെന്താണ്? അപ്പൊ ഞാൻ കല്യാണം കഴിക്കും, വേറൊരു പെൺകുട്ടിയെ, ഡോക്ടറായ പെൺകുട്ടിയെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി റൺ ചെയ്യും. എന്നിട്ടോ അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവും, അവരും ഇതുപോലെ പറഞ്ഞയക്കും, അവരെയും ഡോക്ടറാക്കും. എന്നിട്ടോ അവരെയും കൊണ്ടുവരും, അവരെ കൊണ്ട് ഹോസ്പിറ്റൽ റൺ ചെയ്യും. എന്നിട്ടോ അപ്പോൾ ഞങ്ങൾ റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലോ
ഇങ്ങനെ ജീവിക്കും. എന്നിട്ടോ എങ്ങനെ ജീവിച്ച ഒരു ദിവസം ചത്തുമരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ സ്വാമിജി ചോദിച്ചു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചാവണേക്കാളും നല്ല ഇങ്ങനെ നേരത്തെ ചാവുകയല്ലേ നല്ലത്? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവസാനം ഈ കഷ്ടപ്പെടുന്നൊക്കെ ചാവാനാണ്. സ്വാമിജി പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ചാവാൻ വേണ്ടി ജീവിക്കുന്നവനല്ല. ഞാൻ എങ്ങനെ ചാവാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം. മരണം എന്നത് നമ്മുടെ ജീവിതത്തെ അതിക്രമിക്കാൻ പറ്റുക, അതിനെ കടന്നു പോവാൻ പറ്റുക. കാരണം ബാക്കിയൊക്കെ ഒരു കണക്കുകൂട്ടലാണ്. അങ്ങനെയാവും ഇങ്ങനെയാവും, എല്ലാവരും കണക്കുകൂട്ടി ജീവിക്കുന്നവരാണ്. കല്യാണം കഴിച്ചാൽ അവിടെ ചെന്നാൽ പൊന്നു പോലെ നോക്കും, മുത്തു പോലെ നോക്കും. ശരിയാണ്, കല്യാണം കഴിഞ്ഞാൽ പൊന്നു പോലെ നോക്കും. പിന്നെ മനസ്സിലാവുക പൊന്നാ നോക്കിയത് പൊന്നു പോലെയല്ല എന്ന്. പിന്നെ അതൊക്കെ പോയതിനു ശേഷം പിന്നെ കയറെടുത്ത് മരിക്കണേക്കാളും നല്ലത് ജീവിതം ആസ്വദിക്കാൻ പഠിക്കുക, അല്ലെ? ജീവിതത്തെ കുറച്ചുകൂടി ഒരു പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. അത് നമ്മളെ സമൂഹത്തിന് ഇല്ല. നമ്മളൊക്കെ ഒരു കണക്കുകൂട്ടലിൽ ജീവിച്ചു പോവുകയാണ്. എല്ലാം നാളെ ശരിയാവും, എല്ലാം ഓക്കെ ആവും. അതാണോ വേണ്ടത്? അതോ നാളെ ഞാൻ, ഇന്ന് ഞാൻ, നാളെ ഞാൻ ഒരേ മനസ്സോടുകൂടി ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ജീവിക്കും എന്നതാണോ ശരി? അപ്പൊ അവിടെയാണ് നമുക്ക് ഈ മനസ്സിന്റെ ഒരു തലങ്ങളെ മനസ്സിലാവേണ്ടത്. ഇതൊക്കെ ശരിക്കും ആവശ്യമാണെന്ന്